വിശ്വസിക്കുന്നു. പ്രവചനവരം, അന്യഭാഷകളുടെ വരം, രോഗശാന്തികളുടെ വരം, നിരവധി കൃപാവരങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബൈബിൾ ക്ലാസ്സുകളിൽ അത് നമുക്ക് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ഈ സബ്ജക്റ്റ് ഏകദേശം 2 ക്ലാസ്സോടുകൂടെ അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം പുതിയ ചിന്തകളിലേക്ക്, ക്ലാസ്സുകളിലേക്ക് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏതെങ്കിലും സ്വർഗത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ? 7 സ്വർഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ സ്വർഗത്തെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ല. 1-ാം പാതാളം, 2-ാം പാതാളം, 3-ാം പാതാളം ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? സഹസ്രാബ്ദ ഭൗമപർദീസ. സഹസ്രാബ്ദ ഭൗമപർദീസ. സഹസ്രം എന്ന് വെച്ചാൽ എന്താ? 1000 അല്ലെ? 1000. 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് ഭൂമിയെ ഭരിക്കാനായി ഇറങ്ങി വരുന്നതും യെരുശലേം തലസ്ഥാനമാക്കി താൻ ഭരണം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. എവിടെയാണ് കാല് ചവിട്ടുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. എവിടെയാണ്? ഒലിവുമലയിൽ താൻ കാല് ചവിട്ടി ഇറങ്ങും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ് അവിടെ സംഭവിക്കുന്നത് നാം പഠിച്ചു. ഒലിവുമല 2ആയി പിളരുമെന്ന് പഠിച്ചു. വലിയൊരു താഴ്വര വെളിപ്പെടുമെന്നൊക്കെ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഭാഗങ്ങളൊക്കെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 3-ാമത്തെ. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമി ഏതിനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുമെന്ന് ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. ശ്രദ്ധിക്കുക, സഹസ്രാബ്ദ ഭൗമപർദീസയിൽ അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഏദൻ തോട്ടം എങ്ങനെയായിരുന്നു അതുപോലെ ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറും എന്ന ദൈവത്തിന്റെ വചനം ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ജന്തുലോകത്തിന് മാറ്റം സംഭവിക്കുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ഓർക്കുന്നുണ്ടോ? പാമ്പിന്റെ പൊത്തിൽ കുഞ്ഞുങ്ങളെ കൈയിടും അല്ലെ? കരടിയോടൊപ്പം സിംഹമേയും എന്നൊക്കെ നാം പഠിച്ചായിരുന്നു. ജന്തുലോകത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നു അല്ലെ? 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ഏദൻ തോട്ടത്തിന് സമാനമായ രീതിയിൽ ഈ ഭൂമിയെ ദൈവം മാറ്റുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ ശൂന്യാവസ്ഥകളും മാറി ഏദൻ തോട്ടം പോലെ ഈ ഭൂമി ആയിത്തീരും എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത കനാൻ കേന്ദ്രമാക്കിയായിരിക്കും കർത്താവ് ഭരണം നടത്തുന്നതെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ ദേശങ്ങളും പിടിച്ചടക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നും യേശു കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ കനാൻ കേന്ദ്രമാക്കി ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ കേന്ദ്രമാക്കി 1000 വർഷത്തെ ഒരു ഭരണം കർത്താവിനുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. നമുക്കറിയാം 2 ആദമിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ഏതൊക്കെ ആദമാണ്? 1-ാം ആദമെന്നും ഒടുക്കത്തെ ആദമെന്നും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലേ? 1-ാം ആദം ആരാണ്? ആദാമും ഹവ്വയും അല്ലെ? ആദമും ഹവ്വയും പാപം ചെയ്ത നിമിത്തം എന്താ സംഭവിച്ചത്? അവരുടെ ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് മാറ്റപ്പെട്ടു അല്ലെ? ആദമിനെ ഉറക്കിക്കിടത്തിയിട്ട് ആരെ സൃഷ്ടിച്ചത്? ഹവ്വയെ ദൈവം സൃഷ്ടിച്ചത്. ആദമിനെ ഉറക്കിയിട്ട് ദൈവം അവന്റെ വിലാവിൽ നിന്ന് ഹവ്വയെ എടുത്തു അല്ലെ? എന്നാൽ ഒടുക്കത്തെ ആദാം നമുക്കായി തന്റെ വിലാപ്പുറത്ത് കുത്തിത്തുളച്ചത് കൊണ്ട് നോക്കണമേ, ആദ്യത്തെ ആദാം വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ട് വാരിയലാണ് ഊരിയെടുത്ത് അല്ലെ? വാരിയൽ ഊരിയെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു അല്ലെ? ഒരു പുതിയ സൃഷ്ടിപ്പ് അവിടെ ഉണ്ടായി. യേശു കർത്താവ് ഒടുക്കത്തെ ആദാം എന്നാണ് ദൈവത്തിന്റെ വചനം വിശേഷിപ്പിക്കുന്നത്. ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുവും തന്റെ വിലാപ്പുറത്തെ തുളയ്ക്കുവാൻ അനുവദിച്ചു അല്ലെ? പടയാളി എന്ത് ചെയ്തു? വിലാപ്പുറത്ത് കുത്തി രക്തവും ജലവും പുറപ്പെട്ടു. തന്റെ വിലാപ്പുറത്ത് കുത്തേറ്റു താൻ മരണപ്പെട്ടത് കൊണ്ട്, ക്രൂശീകരിക്കപ്പെട്ടത് കൊണ്ട്, യാഗമായി തീർന്നതുകൊണ്ട് ആദമിൽ കൂടെ ഹവ്വ വെളിപ്പെട്ടതുപോലെ യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാന ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ദൈവസഭ രൂപീകരിക്കപ്പെടുകയാണ്. ആദമിൽ നിന്ന് ഹവ്വ ഉളവാക്കപ്പെട്ടതുപോലെ, അവന്റെ വിലാപിൽ നിന്ന് ഹവ്വ ഉളവായതുപോലെ
ഒടുക്കത്തെ ആദാമിൽ നിന്ന് ആര് സൃഷ്ടിക്കപ്പെടുന്നു? ദൈവസഭ സൃഷ്ടിക്കപ്പെടുകയാണ് ഉണ്ടായത് അല്ലെ. യേശു കർത്താവിനെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 40 ദിവസം എല്ലാവർക്കും പ്രത്യക്ഷനായി. 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ വന്നു, സഭ രൂപീകരിക്കപ്പെട്ടു അല്ലെ. 50-ാമത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവ് അക്ഷരികമായി ഇറങ്ങി വന്നത്. പത്രോസ് മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നു, ദൈവസഭ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ശ്രദ്ധിക്കുക, ഒടുക്കത്തെ ആദാമിൽ കൂടെ, അവന്റെ വിലാവിൽ കൂടെ, അവന്റെ മരണത്തിൽ കൂടെ വെളിപ്പെട്ടത് ദൈവസഭയാണ്. യെഹെസ്കേൽ ഒരു നദിയെ കുറിച്ച് പറയുന്നുണ്ട് 40-ാം അധ്യായത്തിൽ. ആലയത്തിന്റെ ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദിയെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും ധ്യാനിക്കാറുണ്ട് അല്ലെ. പരിശുദ്ധാത്മാവിന്റെ നദി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. വാസ്തവത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നദി യെഹെസ്കേൽ ഈ പ്രവചനം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഈ പ്രവചനം വെളിപ്പെടുന്നത് യേശു കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ ഈ ദൈവത്തിന്റെ രാജ്യം സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച നടക്കുന്ന സമയത്ത് പുറപ്പെടുന്ന ജീവജല നദിയെ കുറിച്ചാണ് യെഹെസ്കേൽ പ്രവചിച്ചത്. അതുവരെ വെളിപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ നദി എന്ന രീതിയിലും നമുക്കതിനെ പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നു, ഈ ഭൂമിയിൽ കർത്താവ് 1000 ആണ്ട് വാഴുവാനായി കടന്നു വരുമ്പോൾ ഇവിടെ അസ്വസ്ഥതകളൊന്നും ഉണ്ടാകത്തില്ല, ഭയം ഉണ്ടാകത്തില്ല, നിരാശ ഉണ്ടാകത്തില്ല, വൈരാഗ്യം ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്? ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആരായിരുന്നു? സാത്താനായിരുന്നു. ആ സാത്താനെ എന്ത് ചെയ്തെന്നാ നമ്മൾ പഠിച്ചത്? 1000 വർഷത്തേക്ക് ചങ്ങലകളാൽ ബന്ധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ 1000 വർഷത്തെ നല്ലൊരു ഭരണം കർത്താവ് ഇവിടെ കാഴ്ചവെക്കുമ്പോൾ 1000 ആണ്ട് കഴിയുമ്പോൾ ആരെ തുറന്നു വിടുകയാണ്? സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്നും തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. നോക്കണം, ഒരു അവസാന യുദ്ധത്തിലേക്കാണ് ഈ ഭാഗം നമ്മെ മനസ്സിലാക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട, പ്രതിസന്ധിയില്ലാത്ത, നിരാശയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത ഒരു നല്ല ഭരണത്തിന് ശേഷം 1000 ആണ്ട് ചങ്ങലയാൽ ബന്ധിച്ച പിശാചിനെ അഴിച്ചുവിടുകയും അവൻ ജാതികളെ കൂട്ടുകയും അവസാനമായ ഒരു യുദ്ധം ഉണ്ടാകുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോട് തള്ളിക്കളയും. വെളിപ്പാട് പുസ്തകം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഏകദേശം 6 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ മറ്റധ്യായങ്ങളിലേക്ക് കടന്നുപോയി പഠിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് അത് ചിന്തിക്കുവാൻ കഴിയും. പക്ഷെ ഒരു വാക്കിൽ ഞാൻ പറയാം, സാത്താന്റെ അവസാന അനുഭവങ്ങളെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവസാനമായി ഇവൻ ഗന്ധക തീപ്പൊയ്കയിൽ വീഴുവാനായിട്ടിടയായിത്തീരും. 1000 ആണ്ട് കഴിഞ്ഞ് സാത്താനെ അഴിച്ചുവിടുന്ന സമയത്ത് ഇവൻ ജാതികളെ കൂട്ടുകയും അവസാനമായ യുദ്ധം നടക്കുകയും ചെയ്യും. എന്നാൽ ആ യുദ്ധത്തിന്റെ ഒക്കെ അവസാനത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്നേക്കുമായി സാത്താന് ഒരു നഷ്ടം സംഭവിക്കുകയാണ്. തീപ്പൊയ്കയിൽ വീഴുവാനായിട്ടിടയായിത്തീരും. യേശു കർത്താവും യോഹന്നാന്റെ സുവിശേഷത്തിൽ സാത്താന്റെ അന്ത്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ സാത്താൻ എന്താണ് സംഭവിക്കുന്നത് അവസാനമായി എന്ന്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും.
ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ സാത്താൻ എന്നേക്കുമായി, ലോകത്തിന്റെ പ്രഭു എന്നേക്കുമായി തള്ളപ്പെടുന്ന ഒരു സമയമുണ്ടാകും. സാത്താൻ എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു സമയം. ഇത് സാത്താനും അറിയാം അല്ലെ, തന്റെ അവസാനം ഇങ്ങനെ ആയിരിക്കുമെന്ന് സാത്താനും അറിയാം. യേശു കർത്താവിന്റെ മരണ സമയം വരെ ദൈവം സാത്താൻ അവസരം കൊടുത്തിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്, ഒന്ന് മടങ്ങി വരാനായിട്ട്. പക്ഷെ യേശുവിനെ ക്രൂശിക്കുവാൻ മഹാപുരോഹിതന്മാരെയും സദൂക്യരെയും പരീശന്മാരെയും ഒക്കെ ഉണർത്തി സാത്താൻ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മടങ്ങി വരവിന് ഇനി അവന് കഴിയത്തില്ല. അവൻ എന്നേക്കുമായി കത്തുന്ന തീപ്പൊയ്ക്കേക്ക് അകത്ത് പോകുവാനായിട്ട് ഇടയായിത്തീരും. അവനൊരു അവസാന അന്ത്യമുണ്ടാകും. ലോകത്തിന്റെ പ്രഭു എന്ത് സംഭവിക്കുന്ന എഴുതിയിരിക്കുന്നത്? ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അടുത്ത വാക്യം, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും ഈ ഭാഗം കാണാൻ കഴിയുന്നുള്ളൂ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. ഒരാൾ കുതിരപ്പുറത്തിരിക്കുന്നതും വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നത് കണ്ടു. നമ്മുടെ ഭൂമിയും ആകാശവും കർത്താവിനെ കാണുമ്പോൾ ഭയപ്പെട്ടു പോകുന്നുള്ള പദത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ഭൂമിക്ക് ഒരു മാറ്റമുണ്ടാകും. എന്നേക്കുമായി കത്തുന്നതിനായി ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഭൂമി അവനെ കണ്ട് ഓടിപ്പോകുമെന്നുള്ളതിന്റെ അർത്ഥം ഈ ഭൂമി ഇവിടെ നിന്ന് നശിക്കും അല്ലെങ്കിൽ കത്തിത്തീരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വായിച്ചാൽ അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. നമ്മൾ നന്മ ചെയ്യുന്നവരായാലും തിന്മ ചെയ്യുന്നവരായാലും മരിച്ചവരായാലും ആണെങ്കിൽ മരിച്ചു പോയാൽ എവിടെ പോയി നിൽക്കണം? ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഓക്കെ, പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പൊ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുന്ന ഒരു പുസ്തകം ഉണ്ട്. നമ്മളെ ആരും നോട്ട് ചെയ്യുന്നില്ല, നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊന്നും ചിന്തിച്ച് ഇരിക്കണ്ട. എവിടെ നമ്മളൊരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ എഴുതി വെക്കുന്നത് പോലെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. ഈ പുസ്തകത്തിനകത്ത് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ തക്ക സമയത്ത് ആരും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആബാലവൃത്തം എവിടെ നിന്നേ പറ്റൂ? ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സമയം വരും. ജീവപുസ്തകം തുറക്കും. ജീവപുസ്തകം തുറന്നിട്ട് എന്താണ് ചെയ്യുന്നത്? പുസ്തകങ്ങളിൽ എന്താണ് എഴുതിയിരുന്നത് അതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കൊത്ത ന്യായവിധി ഉണ്ടാകും. അതിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്? ഒരു നാളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. ആരും നോട്ട് ചെയ്യുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഫോൺ വിളികൾ പോലും, ഫോൺ കോൾസ് പോലും ആരും അറിയുന്നില്ലെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. പക്ഷെങ്കിൽ നമ്മൾ ആബാലവൃത്തം എവിടെ നിൽക്കും? ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുകയും ജീവപുസ്തകം അവിടെ തുറക്കപ്പെടുകയും ജീവപുസ്തകം ചെക്ക് ചെയ്യുമ്പോൾ നമ്മെ കുറിച്ചുള്ള സകല നോട്ട്സുകളും അതിനകത്ത് വരും. മനുഷ്യർക്ക് എന്ത് ചെയ്യും? അവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായവിധി ഉണ്ടാകും. താഴത്തെ ഭാഗങ്ങൾ വായിച്ചോ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. കപ്പൽ മറിഞ്ഞും വള്ളം മറിഞ്ഞും ഒക്കെ ബോഡി കിട്ടാതായി പോയി സമുദ്രത്തിലൊക്കെ പോയവരുണ്ടല്ലോ. നിങ്ങൾ ഫ്ലൈറ്റ് ആക്സിഡന്റും ഒക്കെ ആയിട്ടുള്ളൂ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ തിരിച്ചു കൊടുക്കും. വായിച്ചാട്ടെ. എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞാലും, കൊറോണ വന്ന് മരിച്ചാലും, ഫ്ലൈറ്റ് വന്ന് മരിച്ചാലും, ട്രെയിൻ ഇടിച്ച് മരിച്ചാലും, എങ്ങനൊക്കെ മരിച്ചാലും മരിച്ചവർ സമുദ്രമാണെങ്കിൽ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കും, പാതാളമാണെങ്കിൽ പാതാളം ഏൽപ്പിച്ചു കൊടുക്കും, ഭൂമിയാണെങ്കിൽ ഭൂമി ഏൽപ്പിച്ചു കൊടുക്കും. ആബാലവൃത്തം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടതായിട്ട് വരും.
ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. അതാണ് നമുക്ക് ഇച്ചിരി വിഷമം തോന്നുന്നത് അല്ലെ? ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായതായി. അന്യഭാഷ പറയുന്നതിനനുസരിച്ച്, പ്രവചിക്കുന്നതിനനുസരിച്ച്, പ്രസംഗിക്കുന്നതിനനുസരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെന്താ? ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കൊത്തവണ്ണം വിധി ലഭിക്കും. ഒരു നാളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. ജീവപുസ്തകങ്ങൾ തുറക്കും, പുസ്തകത്തിനകത്ത് നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവിടെ വായിക്കും അല്ലേ? നമുക്ക് തരേണ്ടതായിട്ടുള്ള ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ശിക്ഷ നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. 2 പത്രോസിലേക്ക് വരാൻ. 2 പത്രോസിന്റെ 3-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ, 7, 9, 10, 11 എല്ലാ വാക്യങ്ങളും വായിച്ചാൽ നല്ല വായിച്ചു. 2 പത്രോസ് 3-ാം അധ്യായം. ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച്, ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിക്കുന്നു. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും കർത്താവ് ഇച്ചിരി വെയിറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ ഭൂമിക്ക് ഒരു നാശം ഉണ്ടാകും അല്ലെ? ഭൂമി മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുവാനായിട്ടിടയായിത്തീരും അല്ലെ? എന്നാൽ ദൈവം ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വരവ് താമസിപ്പിക്കുകയല്ല. നാം മാനസാന്തരത്തിലേക്ക് കടന്നു വരണമെന്ന് ചിലർ കർത്താവിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തതായിട്ട് ഭാഗം വെച്ചിട്ട് എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും ഭൂമി അതിനുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് നല്ല ബാങ്ക് ബാലൻസ് ഒക്കെ ആക്കി, നല്ല വീടും വെച്ച്, നല്ല കാറും വാങ്ങിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സമ്പാദ്യമൊക്കെ ആക്കി ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? പെട്ടെന്ന് ഒരു ദിവസം ഭൂമി ഒരു മാറ്റം സംഭവിക്കും. ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ തന്നെ അറിയാം, നമുക്ക് AC ഇല്ലാതെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അല്ലേ? എന്തൊരു ചൂടാ അല്ലേ? നമ്മള് കത്തി അഴിയുക അല്ലേ? അത്ര ചൂടാണ്. അപ്പോൾ നോക്കണമേ, ഭൂമിക്കൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും അല്ലേ? അപ്പൊ ഇവിടെ അങ്ങ് താമസിച്ച് വർഷങ്ങളായിട്ടങ്ങ് തലമുറകളായി സമ്പാദിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കാമെന്ന് കരുതണ്ട. ഇത് കത്തി അഴിയുന്ന ഒരു ദിവസം ഉണ്ട്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുവാനായിട്ട് ഇടയായിത്തീരും. ആ താഴത്തെ ഭാഗങ്ങൾ വായിച്ചോട്ടെ. 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയിട്ട് കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. അപ്പൊ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എത്ര വിശുദ്ധരായിരിക്കണം, എത്ര ഭക്തിയുള്ളവരായിരിക്കണം. കാരണം ഇതെല്ലാം കത്തി എഴിയാൻ പോവുകയാണ്. ഇതെല്ലാം താൽക്കാലികമായ കാര്യങ്ങളാണ്. ഈ ലോകത്ത് കാണുന്നതൊക്കെ താൽക്കാലികമായ കാര്യങ്ങളാണ്, നിത്യമായ കാര്യങ്ങളല്ല. ഇതൊന്നിൽ ഒരു ദിവസം അവസാനിക്കുവാനിടയായിത്തീരും. മാനസാന്തരപ്പെടുന്നവനാണ്, കർത്താവിനെ അംഗീകരിക്കുന്നവനാണ് നിത്യജീവൻ ലഭിക്കുവാനിടയായിത്തീരുന്നത്. നിത്യമായത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഭൂമി നിത്യമല്ല. അതുകൊണ്ട് നാം മാനസാന്തരപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, വിശുദ്ധരായിരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഭക്തിയുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിക്കായും കാത്തിരിക്കുന്നു. തിരുശുദ്ധൻ പറയുന്നത് ഈ ഭൂമി മൊത്തമായിട്ട് കത്തിത്തീരുകയല്ല, പുതിയൊരാകാശവും പുതിയ ഭൂമിയും എന്ന് മനസ്സിലാക്കുന്നത് ഈ ഭൂമിക്കൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. ഈ ഭൂമിയുടെ മാറ്റർ മാറുകയാണ്. ഈ ഭൂമിയിൽ ഒരു ചേഞ്ച് ഉണ്ടായി, ഒരു വ്യത്യാസമുണ്ടായി, ഒരു പുതിയ ആകാശവും
പുതിയ ഭൂമിയും ദൈവം നൽകുകയാണെന്നാണ് ചില വേദപണ്ഡിതന്മാർ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ 1 മുതലുള്ള വാക്യം വായിച്ചു. വെളിപ്പാട് പുസ്തകം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ഭാഗം വായിച്ച പഴയ ഭൂമിയും ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. ഞാൻ ഒഴിഞ്ഞുപോയെന്നുള്ള പദത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ഈ ഭൂമിക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു, ഒരു വ്യത്യസ്തത ഉണ്ടാകുന്നു. താഴോട്ടെ വായിച്ചോട്ടെ. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു വിശുദ്ധ നഗരം ഇവിടേക്ക് ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു നഗരം ഇറങ്ങി വരുന്നു. വായിച്ചോട്ടെ. കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചെയ്തിരിക്കുന്നു. എഴുതുക ഈ വചനം. മതി. നമുക്ക് ഗോലിയാത്തിനെയും ദാവീദിനെയും കേൾക്കുമ്പോൾ ഒരു എനർജിയാണ് അല്ലേ? എസ്തർ പ്രാർത്ഥിച്ചപ്പോൾ ഹാമാനെ തൂക്കിക്കൊന്നു കേൾക്കുമ്പോൾ നമുക്കൊരു ബലമാണ് അല്ലേ? അതല്ലെങ്കിൽ നെഹമ്യാവ് മതിലിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നെഹമ്യാവ് മതില് പണിഞ്ഞു, സൻബല്ലത്തും തോബിയാവും ഫിലിസ്ത്യരായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആരാധന, ഒരു ശക്തിയൊക്കെ. സത്യത്തിൽ നാം ഇപ്പൊ നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. സത്യത്തിൽ ഇത് കേൾക്കുമ്പോഴാണ് നാം ആരാധിക്കേണ്ടത്. പഴയ നിയമത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. പഴയ നിയമത്തിൽ അഭിഷക്തന്മാരെ ദൈവം ഉപയോഗിച്ച് കാലാകാലങ്ങളിലായി ദൈവം അവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി അയച്ചു. ഒക്കെ സത്യമാണ്. ആരാധിക്കാൻ നമുക്ക് ബലം പകരുന്നതാണ്. പക്ഷെ നമ്മുടെ ഭാവി എന്താകുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നമ്മൾ എന്തായിത്തീരുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന് എഴുതിയിരിക്കുന്നത്. പഴയ ഭൂമിക്ക് ഒരു മാറ്റം, വ്യത്യാസം സംഭവിച്ചിട്ട് പഴയ ഭൂമിക്ക് ഒരു ചേഞ്ച് ഉണ്ടായിട്ട് അത് ഒഴിഞ്ഞു പോകും, പഴയ ഭൂമി മാറിപ്പോകും എന്നൊക്കെ വചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും സത്യത്തിൽ ഭൂമി മാറത്തില്ലായിരിക്കും, ഒരു വ്യത്യാസമായിരിക്കും ഉണ്ടാകും. ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ പഴയ ഭൂമി മാറിപ്പോയി പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്നു. അതിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു നഗരം ഇറങ്ങി വരുന്നു, ഒരു പട്ടണം ഇറങ്ങി വരിക. ആ പട്ടണത്തിന്റെ പ്രത്യേകത ഒക്കെ ഉണ്ട്, താല്പര്യമുണ്ടോ കേൾക്കാൻ? ഒരു നഗരത്തിൽ ഒരു നഗരം എന്ത് ചെയ്യാം, ഒരു പട്ടണം ഭൂമിയിലേക്ക്, ഈ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അവിടെ എന്താ? കരച്ചിലില്ല, മുറവിളിയില്ല, അല്ല ദുഃഖമില്ല. അങ്ങനെ ആനന്ദകരമായ ഒരു പട്ടണം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയെ സൃഷ്ടിക്കുന്നു. നോക്കണമേ, യോഹന്നാൻ കണ്ട വെളിപ്പാട് സംവത്സരങ്ങൾക്ക് ശേഷമാണെങ്കിൽ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തത് ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ച് ഉല്ലസിക്കും. മതി, ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഭൂമിക്ക് ഈ വാക്യങ്ങളുടെയും യഥാർത്ഥ മീനിങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഭൂമിക്ക് ഇതിന്റെ കണ്ടന്റ് മാറി
ഒരു പുതിയ അനുഭവം ഉണ്ടാകുന്നു എന്നാണ് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു പുതിയ അനുഭവം, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമിയുടെ അനുഭവം ഇവിടെ ഉണ്ടാകും. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഭൂമി മാത്രമാണോ മാറുന്നത്, അതോ നമുക്കെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നെങ്കിൽ. ഒന്ന് ഓരോ വാക്യങ്ങൾ നിർത്തി ശ്രദ്ധിക്കാം. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടല്ല, വായിച്ചോട്ടെ, നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവർ. അവിടെ വെച്ച് നിർത്തിക്കും. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു, നമുക്കൊരു ശരീരമുണ്ട് അല്ലെ. നമ്മൾ നഗ്നരല്ല, നമ്മൾ ഡ്രസ്സ് അതിന്റെ മേളിൽ ഇട്ടിരിക്കുന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് ഈ കൂടാരത്തിൽ ഈ ശരീരം ഒരു കൂടാരം അല്ലെ. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു ഭവനം സ്വർഗത്തിൽ നമുക്കുണ്ട് എന്ന് ദൈവത്തിന് വചനം പഠിക്കും. അപ്പൊ ഇതൊരു ഭവനം, ഇതൊരു കൂടാരം. ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ നൽകിയത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഉടുപ്പുണ്ട്, ഒരു ഉടുപ്പ് നമ്മൾ ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കൂടാരത്തിലാണ് നമ്മൾ വസിക്കുന്നത്. അപ്പം ഇപ്പൊ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടല്ല, ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഞങ്ങൾ ഉടുപ്പുള്ളവരാണ്. കാരണം ഞങ്ങളുടെ മേലൊരു കവറിങ് ഉണ്ട് അല്ലേ. വായിച്ചാട്ടെ. അപ്പൊ ഇതിന്റെ മീതെ വേറൊരു കവറിങ് കൂടെ വരും. മനസ്സിലാകുന്നില്ല എന്നുള്ള വിശ്വാസം. നമ്മളിപ്പോൾ താമസിക്കുന്ന നമ്മുടെ ശരീരം ഒരു കൂടാരമാണ്. നമ്മൾ നഗ്നരല്ല, നമ്മുടെ ശരീരം ഒരു കൂടാരത്തിലാണ് താമസിക്കുന്നത്. ഈ കൂടാരം നമ്മൾ വിട്ടേച്ച് പോകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ കൂടാരത്തിൽ നമ്മൾ ഈ കൂടാരത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ മേൽ മറ്റൊരു കൂടാരം കൂടെ വരും. വായിച്ചാട്ടെ ആ ഭാഗം കൂടെ വായിച്ചാട്ടെ. സ്വർഗീയമായൊരു പാർപ്പിടം. അപ്പൊ ഈ കൂടാരത്തിന് മേൽ എന്ത് വരും? മറ്റൊരു പാർപ്പിടം ഇറങ്ങി വരും. സ്വർഗീയമായൊരു പാർപ്പിടം കൂടെ വന്നിട്ട് അതിന് മീതെ ധരിക്കുക. അപ്പൊ ഇത് പോകുകയല്ല, ഇതിന് മീതെ എന്തിറങ്ങി വരും? സ്വർഗീയമായ മറ്റൊരു ഭവനം, കൂടാരം ഇറങ്ങി വരും, പാർപ്പിടം ഇറങ്ങി വരും. വായിച്ചാൽ ഇത് ഉരിഞ്ഞു കളയുവാനല്ല, ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ചിക്കയാൽ ഭാരപ്പെട്ട് ജനങ്ങൾ. മനസ്സിലായോ? എന്ത് മനസ്സിലായി? നമ്മളൊരു കൂടാരത്തിലാണ് താമസിക്കുന്നത്. ആ കൂടാരം അഴിഞ്ഞു പോകുന്ന കൂടാരമാണ്. നമ്മൾ നഗ്നരല്ല, നമ്മളൊരു കൂടാരത്തിലാണ്. പക്ഷെ നമ്മുടെ മീതെ ഒരു ഉടുപ്പ് കൂടെ വരും അല്ലേ, ഒരു പാർപ്പിടം കൂടെ വരും. നമ്മുടെ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ആയിരിക്കാം ഭൂമിക്കും ഒരു രൂപാന്തരം ഉണ്ടാകുന്നത്. ഭൂമിയുടെ കണ്ടന്റുകൾ മാറി ഭൂമിക്ക് ഒരു പുതിയ അനുഭവം ലഭിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ കൂടാരത്തിനും ഒരു വ്യത്യാസം സംഭവിച്ച് മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കും നമ്മുടെ മേൽ രൂപാന്തരം, നാം അവനോട് രൂപാന്തരം. അപ്പൊ നമ്മുടെ ശരീരം കളഞ്ഞേച്ചു പോവുകയല്ല, ഇതിന്റെ മേൽ മറ്റൊരിഞ്ഞു കളയുകയല്ലെന്ന് പൗലോസ് പറയുന്നു. ഇത് ഉരിഞ്ഞ് ആവാമെന്ന് വായിച്ചു. ഉരിവാനല്ല, ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ. അതായത് ഞാനിപ്പോ ഒരു ഡ്രസ് ഇട്ടിരിക്കുക, എന്റെ മണ്ടക്ക് ഒരു കവർ കോട്ട് കൂടി ഇട്ടുന്ന അങ്ങനെ ഇരിക്കും, ഒരു ജാക്കറ്റ് കൂടി ഇട്ടാ അങ്ങനെ ഇരിക്കും. അതുപോലുള്ള അനുഭവത്തിലേക്കാണ് നമ്മുടെ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ കർത്താവിനെ അംഗീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയാം? നമ്മുടെ ആത്മാവിന് വീണ്ടെടുപ്പാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് സംഭവിക്കുന്നില്ല. നമ്മുടെ ശരീരം എപ്പോഴും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകളും ജഡത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളും ഒക്കെയുള്ള ശരീരമായിരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്, ആത്മാവിന് വീണ്ടെടുപ്പ് ഉള്ളതുപോലെ ആ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ ഒരു കവറിങ് അല്ലെങ്കിൽ ഒരു പുതിയ പാർപ്പിടത്തിലേക്ക് നാം പ്രവേശിക്കുവാനിടയാം. ഒരു മാറ്റം നമ്മുടെ ശരീരത്തിലുണ്ടാകും. വെളിപ്പാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായം 5 മിനിറ്റിനകത്ത് ഞാൻ നിർത്തും. വെളിപ്പാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കവിതയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത്. ഒരു നഗരം ഇറങ്ങി വരുന്നു. വായിച്ചോട്ടെ. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഒന്നുകൂടെ നിർത്തി വായിച്ചാൽ ഓടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവും. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും 12 ഗോപുരം അതിനുണ്ട്. ഒരു വൻമതിൽ അതിനുണ്ട്. ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും 12 ദൂതന്മാർ ഗോപുരത്തിലുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. അവിടെ സ്വർഗത്തിലെ ഈ വിശുദ്ധ നഗരത്തിന്റെ എല്ലാ കാര്യങ്ങളും സ്വർണം കൊണ്ടുള്ളതാണ്. പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടമില്ലാത്ത സാധനം കൊണ്ടാണ് യെരൂശലേം ഇറങ്ങി വരുന്ന നഗരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലേ? സ്വർണ്ണ സ്ഫടിക തുല്യമായ അനുഭവങ്ങൾ, സ്വർണ്ണ കോല്, അല്ലേ? രത്നം കൊണ്ടുള്ള കോല്. ആ നഗരത്തിന്റെ പ്രത്യേകതകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശദീകരിക്കാനായിട്ട് സമയമില്ല. നിരവധി പ്രത്യേകതകളുള്ള ഒരു നഗരം. 9-ാമത്തെ വാക്യം വരെ വായിച്ചു. 16 വരെ വാക്യം നഗരം സമചതുരമുള്ള ഒരു നഗരമാണ്. സമചതുരമുള്ള ഒരു നഗരം. വീതിയും നീളവും സമമാണ്. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ നമ്മൾ ഈ സങ്കീർത്തനമൊക്കെ കൂടുതൽ സമയം വായിക്കുന്നതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ട് വരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെളിപ്പാട് പുസ്തകം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡായിട്ട് വായിക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ സങ്കീർത്തനം നമ്മുടെ ബൈബിളിന്റെ നടുക്ക് നോക്കുമ്പോൾ നടുക്ക് മാത്രം ചെളി പറ്റിയിരിക്കുന്ന നമ്മളിപ്പോഴും സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്, അല്ലേ? അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകങ്ങൾ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ വീടുകളിലും ഒക്കെ വായിക്കുന്ന അനുഗ്രഹമായിരിക്കും. അപ്പൊ ഈ വിശുദ്ധ നഗരം, 12 ഗോപുരം നഗരം, അതിന്റെ മതിലുകള്, അതിന്റെ പണികള് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. സമചതുരമായിട്ടുള്ള ഒരു നഗരമാണിത്. പിന്നെന്താ, 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരും എന്താണ്? സമമായിരിക്കും. അപ്പൊ സമചതുരമായിട്ടുള്ള ഒരു നഗരമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, അല്ലെ? വീതിയും നീളവും സമമായിരിക്കും, അല്ലെ? 1200 നാഴികയാണ് അതിന്റെ വീതിയും നീളം എന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും. നഗരത്തിന്റെ പ്രത്യേകതയാണ്. ഇനി നഗരത്തിൽ ഒരു സിംഹാസനമുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 22-ന്റെ 1 മുതൽ 5 വരെ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അവിടെ ഉണ്ട്. പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്, ജീവജല നദിയുണ്ട്. ഒന്നും വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ജീവജല നദി അവിടെ ഉണ്ട്. അപ്പൊ കുഞ്ഞാടിന്റെ ദൈവത്തിന്റെയും സിംഹാസനം അവിടെ ഉണ്ട്. യേശു കർത്താവും പിതാവായ ദൈവവും വിരാജിക്കുന്ന സിംഹാസനം, ദൈവസിംഹാസനം അവിടെ ഉണ്ട്. ജീവജല നദിയുണ്ട്. പളുങ്കുപോലുള്ള തിളങ്ങുന്ന ജീവജല നദി അവിടെ ഉണ്ട്. ഇക്കരയും അക്കരയും എന്നുണ്ട് ജീവവൃക്ഷങ്ങളുണ്ട്. 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്ന വൃക്ഷത്തിന്റെ ഇല യാതൊരു ശാപവും ഇനി അവിടെ ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകത്തില്ല. ദൈവമായ കർത്താവിന്റെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ ആവശ്യമോ സൂര്യന്റെ ആവശ്യമോ അവിടെ ഇനിയും ആവശ്യമില്ല. കാരണം കർത്താവിന്റെ മുഖത്തെ തേജസ്
പ്രകാശമുള്ളവയാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൂര്യന്റെ ആവശ്യമില്ല, വിളക്കിന്റെ ആവശ്യമില്ല, കർത്താവിന്റെ തേജസ് കൊണ്ട് അവിടെ പ്രകാശിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇനിയും രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവിന്റെ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. വെളിപ്പാട് പുസ്തകം 21:18 മുതൽ 21 വാക്യങ്ങൾ വായിച്ചു. 21:18 അല്ലേ? ഓക്കെ, ഞാൻ കൊണ്ടിരിക്കാം. മതിലിന്റെ പണി സൂര്യകാന്തവും സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം, സ്വർണ്ണമാണ് അല്ലേ അജു? നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകലവും രത്നം കൊണ്ടുള്ള അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേദകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഡൂര്യം, 11ാമത്തേത് പത്മരാഗം, 12ാമത്തേത് സുഗന്ധിരത്നം, 12 ഗോപുരവും 12 12 മുത്ത്. ഓരോ ഗോപുരം ഓരോ